ഞാൻ പറഞ്ഞില്ല, എപ്പോഴും എന്തെങ്കിലും പുതുമകൾ കണ്ടെത്താൻ നമുക്ക് റിലേറ്റബിൾ ആവുന്ന കാര്യങ്ങൾ കണ്ടപ്പം ഈ ലാലേട്ടനൊപ്പം ആ അമ്മൂമ്മ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഞാനും ആക്ച്വലി കണ്ടില്ലായിരുന്നു. ലാലേട്ടൻ ഇങ്ങനെ പോകാൻ നേരത്ത് ആ അമ്മൂമ്മ വന്ന് ചോദിക്കുന്നത് സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് പിന്നീട് കാണിച്ചപ്പോൾ ഞാൻ വന്ന് ചുമ്മാ ഒരു ഫീൽഡായിട്ട് അവരെ കൊണ്ടൊന്നും ഇരുത്തുക, ഒരു രസമുള്ളല്ല. ഒരു ഇങ്ങനെ ഒരു നമ്മുടെ എന്താ പറയുക, ഒരു ക്രിസ്ത്യൻ ഉടുപ്പൊക്കെ ഇട്ട് വന്നിരിക്കുന്ന ഒരു എലിക്കുട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആയിട്ട് ആ വീട്ടിൽ ചരിത്രത്തിലുള്ള ആളുകൾക്ക് തോന്നിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുക. അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് അവരൊക്കെ അങ്ങനെ പ്രധാനപ്പെട്ട വേഷമൊന്നുമല്ല. ഒറ്റ പാർട്ട് സീനിൽ നമ്മുടെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അത് ലാലേട്ടന് അങ്ങനെ ഒരു എൻവയോൺമെന്റിലാണ് ഇരിക്കുന്നത്. അപ്പുറത്തിരിക്കുന്നത് ഒരു എലിക്കുട്ടിയാണ്, ഇപ്പുറത്തിരിക്കുന്നത് ഒരു സുലോചനയാണ്, അപ്പുറത്തിരിക്കുന്ന ഒരു അയൽക്കൂട്ടത്തിൽ ചേച്ചിയാണ്, അതിൻ്റെ അപ്പുറത്താണ് ശോഭൻ ഇരിക്കുന്നത്. പറഞ്ഞാൽ അതൊരു ആ എൻവയോൺമെന്റ് കുറച്ചും ബിലീവബിൾ ആണ്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള എക്സ്പെരിമെന്റും പരിപാടിയൊക്കെ ചെയ്യാറ്. പിന്നെ അതിൻ്റെ അമൃത എന്ന് പറഞ്ഞ കുട്ടീനെ എനിക്ക് ലാലേട്ടൻ്റെ ഫേസിനോട് സമാനമായൊരു മോള് വേണമായിരുന്നു. മോള് ചെയ്യാനായിട്ട് മകൻ ചെയ്യുന്നത് ശോഭന മാമിൻ്റെ ഫേസിനോട് ചേർന്നതും മോള് ചെയ്യുന്നത് ലാലേട്ടൻ്റെ ഫേസിനോട് അങ്ങനെ നിർബന്ധമുണ്ട്. അങ്ങനെ കണ്ടെത്തിയ റീൽ വഴിയാണെങ്കിൽ പോലും ആ കുട്ടീനെ വിളിച്ച് നമ്മുടെ സിനിമയിലുള്ള സീക്വൻസുകൾ തന്നെ അഭിനയിപ്പിച്ച് നോക്കി ഓക്കെ എനിക്കത് കൺവിൻസ്ഡ് ആണെന്ന് തോന്നിയപ്പോഴാണ് അമൃതേനെ മോളായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ കുട്ടിയുടെ രൂപമായിരുന്നു. ലാലേട്ടൻ്റെ ഫേസ് പോലെ തന്നെയാണ്, അത്രയും വലിപ്പമൊക്കെ ഉള്ള ഒരു ഫേസ് ഉള്ളതുകൊണ്ടാണ് അമൃതേനെ കാസ്റ്റ് ചെയ്തത്.